90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ന്യൂസ് ട്രാക്ക് വിശദമായി പരിശോധിക്കുന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും തന്നെയാണ്. 3 കാർഷിക നിയമങ്ങളും സ്റ്റേ ചെയ്യുമെന്ന് സൂചിപ്പിച്ച് സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കർഷക സമരം കൈകാര്യം ചെയ്ത രീതിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. കോടതി ഇക്കാര്യത്തിലൂടെ കടുത്ത അതൃപ്തിയും വ്യക്തമായി. ഇന്ന് 2 ഉത്തരവുകളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ വിഷയത്തിൽ. അതിലൊരു ഉത്തരവ് അല്പസമയത്തിന് തന്നെ അധികം വൈകാതെ തന്നെ പുറത്തു വന്നേക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുന്നത്. സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. പക്ഷേ എന്ത് ചർച്ച, എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് കോടതി തിരിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. മുതിർന്ന പൗരന്മാരടക്കമുള്ളവർ സമരത്തിൽ തുടരുന്നതിനുള്ള ആശങ്ക കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിന് ഇതുവരെ കേന്ദ്രം സ്വീകരിച്ച നടപടികളിൽ കോടതിക്ക് വലിയ വിയോജിപ്പുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചും വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടത്തിയുമായിരുന്നു ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെങ്കിൽ അത് കുറെ കൂടി ആളുകളിലേക്ക് എത്തുമായിരുന്നു എന്ന നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒന്നുകിൽ നിങ്ങൾ നിയമം മരവിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഏറ്റവും ഒടുവിൽ അറ്റോർണി ജനറലിനോട് പറഞ്ഞത്. എന്നാൽ സ്റ്റേ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശം കോടതി ആവർത്തിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയുടെ രൂപം, ഘടന തുടങ്ങിയ വിഷയങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിലാരൊക്കെ അംഗങ്ങളാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായം കോടതി തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ജനുവരി 26 ട്രാക്ടർ റാലി ഒഴിവാക്കാമെന്ന് കർഷക സംഘടനകൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നാളെയും ഈ വാദം തുടരും. ഇന്ന് പക്ഷേ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, കോടതി ഇന്നത്തെ വാദം അവസാനിപ്പിച്ച് ഇടക്കാല ഉത്തരവിന് പിരിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവ് ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കും? ഈ വിദഗ്ധ സമിതിയുടെ രൂപീകരണം സംബന്ധിച്ച് അന്തിമ ധാരണ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നിപ്പോൾ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും കാർഷിക നിയമങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഉള്ള ഹർജികൾ അത് പരിഗണിക്കുകയും അതിൽ വാദമുഖങ്ങൾ ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇപ്പോൾ പിരിയുകയും ചെയ്തു. കോടതി പിരിയുന്നതിനും തൊട്ട് മുൻപ് പറഞ്ഞത് 2 ഉത്തരവുകളായി ഇറക്കാമെന്നുള്ളതാണ്. ഇന്നും നാളെയുമായി ഉത്തരവിറക്കാമെന്നാണ്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ സ്റ്റേ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് 3 കാർഷിക നിയമങ്ങളും സ്റ്റേ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവായിരിക്കും ഇന്നിപ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന ഒരു സൂചന. മാത്രമല്ല നാളെ ഈ ഒരു സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉത്തരവായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം നാളെ ഹർജികൾ വീണ്ടും പരിഗണിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. കർഷക സംഘടനകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷണോടും ദുഷ്യന്ത് ദവെയോടും കോടതി ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ഈ സമിതി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർഷകരുമായി ചർച്ച ചെയ്ത് അവരുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ അറിയിക്കണമെന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ ഈ അഭിഭാഷകരോട് പറഞ്ഞത്. മാത്രമല്ല ഈ മുതിർന്ന പൗരന്മാർ ഈ ഒരു സമരത്തിൽ തുടരുന്നതിലും കോടതി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ മുതിർന്ന പൗരന്മാരോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ ദുഷ്യന്ത് ദവെയോടും പ്രശാന്ത് ഭൂഷണോടും SA ബോബ്ഡെ പറഞ്ഞത്. അതായത് ഇതിലുള്ള ആശങ്ക, അതായത് ഇപ്പോൾ കടുത്ത ശൈത്യമാണ്, മാത്രമല്ല കോവിഡും കൂടിയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവരോട് വീടുകളിലേക്ക് മടങ്ങാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞുവെന്ന് അവരെ അറിയിക്കുമെന്ന് ഈ അഭിഭാഷകരോട് കോടതി പറയുകയുണ്ടായി. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് തന്നെ ഈ കർഷക സംഘടന നേതാക്കളുമായി ഈ അഭിഭാഷകർ കൂടിക്കാഴ്ച നടത്തുകയും നാളെ ഇവരുടെ ഒരു നിലപാട് കൂടി അറിഞ്ഞ് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഹർജികൾ വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് കേന്ദ്ര സർക്കാരിന് നേരെ കോടതി ചൊരിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പ്രശ്നങ്ങൾ ഇത്ര വരെ എത്തിച്ചതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കുണ്ട് എന്ന് വളരെ പച്ചയ്ക്ക് തന്നെ കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ വളരെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടിയും ഈ കർഷക സംഘടനകളെല്ലാം കൂടെ തന്നെ വളരെ കൃത്യമായി അവരുമായി ചർച്ച നടത്തിയെല്ലാമാണ് ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞു വെച്ചത്. മാത്രമല്ല ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചോദിച്ചുകൊള്ളട്ടെ, 2 സാധ്യതകൾ. ഒന്ന്, നിയമം മരവിപ്പിക്കുന്നു, വിദഗ്ധ സമിതിയുടെ പരിഗണനയിലേക്ക് പ്രശ്നം അയക്കുന്നു. വിദഗ്ധ സമിതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കർഷക സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ അവരുടെ വാദം അവതരിപ്പിക്കുന്നു. അതിനുശേഷം നിയമം നടപ്പാക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് അടുത്ത ഘട്ടത്തിൽ അല്ലെ മാസങ്ങൾക്ക് ശേഷം തീരുമാനം എടുക്കുന്നു വിദഗ്ധ സമിതി. അതുവരെ നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയോ അല്ലെങ്കിൽ ഒരു മരവിപ്പിക്കൽ തീരുമാനം അല്ലെങ്കിൽ സ്റ്റേ തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളുകയോ ചെയ്യും. ഇതാണ് ഇന്നത്തെ കോടതി നടപടികളുടെ ആകത്തുക എന്ന് പറഞ്ഞാൽ അതല്ലേ വസ്തുത?
വിജയകുമാർ, കഴിഞ്ഞ തവണ തന്നെ കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഈ നിയമങ്ങൾ നടപ്പാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെക്കാൻ സാധിക്കുമോ, അങ്ങനെയെങ്കിൽ ചർച്ചകൾ വളരെ സുഗമമായി നടക്കുമല്ലോ എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ അന്ന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇന്നിപ്പോൾ വീണ്ടും എത്തിയപ്പോഴും കോടതി ആദ്യം ചോദിച്ചത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ പ്രശ്നപരിഹാരമാകുന്നില്ല, ഞങ്ങളിതിൽ കടുത്ത നിരാശരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെന്തായാലും ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇതിൽ ഇടപെട്ട് ചില നടപടികൾ എടുത്തേ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു പ്ലാൻ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവരിക, ഈ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായി ആര് വരണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കോടതി അഭിപ്രായം ആരായുകയുണ്ടായി. ആ സമയത്ത് കർഷക സംഘടനകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ ദുഷ്യന്ത് ദവേ മുന്നോട്ട് വെച്ച പേര് മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയുടേതാണ്. എന്തായാലും കൂടുതൽ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ വന്നേക്കും, അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ വന്നേക്കും. എന്തായാലും ഈ ഒരു പേര് മുന്നോട്ട് വെച്ചു. ഈ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ അടക്കമുള്ളവരെ ചേർത്തുകൊണ്ട് അക്കാര്യത്തിൽ അവിടെ ഈ കർഷകരുടെ ആശങ്കകൾ പരിഗണിക്കുകയും ഈ നിയമങ്ങൾ അത് പൊതു താല്പര്യമുള്ളതാണോ കർഷക താല്പര്യമുള്ളതാണോ എന്ന കാര്യം ഈ സമിതി തീരുമാനിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ സമിതി തീരുമാനിച്ച ശേഷം സമിതിയുടെ റിപ്പോർട്ട് അത് കോടതി കൈമാറുകയും കോടതി അത് പരിഗണിക്കുകയും ഈ കാർഷിക നിയമങ്ങളുടെ ഭരണഘടനാ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നപരിഹാരം ഈ സമിതിയിൽ അത് വളരെ കൃത്യമായി തന്നെ കർഷകർ എത്തുകയും അവരുടെ ഒരു സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ സ്റ്റേ ചെയ്യേണ്ടി വരും, നിങ്ങൾ മരവിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചു പറഞ്ഞ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാനുണ്ടായിരുന്നു. സ്റ്റേ ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നിയമങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കോടതിയുടെ ചരിത്രത്തിലില്ല എന്ന് പറഞ്ഞപ്പോൾ മറാത്ത റിസർവേഷൻ കേസ് ചൂണ്ടിക്കാട്ടി അത് സ്റ്റേ ചെയ്തത് ആ ചരിത്രമാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഈ സ്റ്റേ എന്ന തീരുമാനം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യേണ്ടി വരും, അത്തരമൊരു ഉത്തരവ് ഇറക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്നത്തെ വാദം കഴിയുമ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? സ്റ്റേ ചെയ്യും എന്നുള്ള വളരെ കൃത്യമായ സൂചന തന്നെയാണ് ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം സുപ്രീം കോടതിയുടെ പല വിധികളും ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ട് ഈ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് ഈ മറാത്ത റിസർവേഷൻ കേസിൻ്റെ അടക്കം കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചത്. എന്തായാലും ഇന്ന് തന്നെ ഈ സംബന്ധിച്ച ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂചന നൽകിയിട്ടുണ്ട്. വിജയകുമാർ. MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയിലെ വാദങ്ങളാണ് ഇന്ന് നടന്നത്. കർഷക പ്രക്ഷോഭ കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഇടപെടലിലേക്ക് കടക്കുന്നു. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ കേന്ദ്രം നിയമം മരവിപ്പിക്കുക, അല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്യും. ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുന്നു, സമിതിയുടെ തീരുമാനം വരുന്നത് വരെ നിയമം മരവിപ്പിക്കൽ എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 2 ഘട്ടമായി ഉത്തരവ് പുറപ്പെടുവിക്കും. ആദ്യ ഉത്തരവ് ഇന്ന് വൈകിട്ടുണ്ടാകും, നാളെ തുടർവാദം നടക്കും, നാളെ തന്നെ അടുത്ത തീരുമാനവും കോടതി പ്രഖ്യാപിക്കും. ഇതാണ് ഇന്നത്തെ കോടതി നടപടികളുടെ ചുരുക്കം. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാളയാർ കേസിൽ അന്വേഷണം CBIക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് സർക്കാരിന്റെ ഈ തീരുമാനം. വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഉത്തരവ്, ഇതിൽ പുനർവിചാരണ വേണമെന്ന കോടതി ഉത്തരവ്, ആദ്യ അന്വേഷണ സംഘത്തിനുള്ള കടുത്ത അതൃപ്തി, കടുത്ത വിയോജിപ്പൊക്കെ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ അന്വേഷണ ഏജൻസിയെ തന്നെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത്. ഈ തീരുമാനത്തെ കുട്ടികളുടെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി, DYSP അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നാണ് കുട്ടികളുടെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിച്ചതിൽ അവർ അട്ടിമറിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ CBI അന്വേഷണത്തിന് സർക്കാർ തന്നെ പോയതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് എന്തായാലും മുഴുവൻ പ്രതികളിനെയും അറസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് നീതി കിട്ടുകയും ചെയ്യും. അതുപോലെ പ്രതികളെ ശിക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുകയും വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു അനധികൃത ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും സത്യസന്ധമായ കേസ് മുമ്പോട്ട് പോകാൻ വേണ്ടിയുമാണ് മേൽനോട്ടം ഹൈക്കോടതി ആയിരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. നമുക്ക് വിശദമായി പരിശോധിക്കാം. തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, ഈ കുടുംബത്തിന്റെ നിരന്തരമായ ആവശ്യമായിരുന്നു, അവർ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിവേദനം നൽകിയിരുന്നു. ഒടുവിൽ CBIക്ക് കേസ് കൈമാറിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനമെടുത്തു വരുന്ന വിജ്ഞാപനം ഇറങ്ങേണ്ടുന്ന സാഹചര്യമേ ഉള്ളൂ.
എന്താണ് ഇക്കാര്യത്തിൽ കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ കുടുംബം പറയുന്നത് പോലെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്ന ആവശ്യം കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ, അതോ CBI അന്വേഷണത്തോടു കൂടി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക എന്ന തീരുമാനമാണോ? വിജയകുമാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ് ഈ വാളയാറിലെ സഹോദരിമാരുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മാറി നിൽക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ CBI അന്വേഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വാളയാർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമായി നിലനിൽക്കുന്നത് സർക്കാരിന് ദോഷകരമായി തീരും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിന് നിദാനമായ ഒരു സംഭവം എന്ന് പറയുന്നത്. വിചാരണ കോടതി നടപടി, അതായത് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദു ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പുനർവിചാരണ ആവശ്യമാണ് എന്നുള്ള ഉത്തരവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ CBI അന്വേഷണം എന്ന ഒരു ആവശ്യം അംഗീകരിക്കുന്നതിലേക്ക് സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. നേരത്തെ തന്നെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ CBI അന്വേഷണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. എങ്കിൽ പോലും സാങ്കേതികമായ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇതേ ആവശ്യം മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു, ആക്ഷൻ കൗൺസിലും ഉന്നയിച്ചിരുന്നു. അന്നൊന്നും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിചാരണ കോടതി നടപടികൾ റദ്ദു ചെയ്തുകൊണ്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ പുനർവിചാരണ വേണമെന്നുള്ള ആവശ്യം, ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ CBI അന്വേഷണം വേണമെന്നുള്ളത് മാത്രമല്ല, ഇത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവിടെ നിന്നാണ് ഉത്തരവ് പുറത്തിറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാനത്തെ അഡീഷണൽ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു CBI അന്വേഷണ ആവശ്യം അംഗീകരിക്കുന്നതോടുകൂടി താൽക്കാലികമായെങ്കിലും ഈ ഒരു പ്രശ്നം, അതായത് സർക്കാരിനുണ്ടാകുന്ന ഈ ഒരു തലവേദനയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ആ ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഉന്നയിച്ച അവരുടെ മക്കൾക്ക് നീതി വേണമെന്നുള്ള ആവശ്യത്തോട് നീതി പുലർത്താൻ കഴിയും എന്നും സർക്കാർ കണക്ക് കൂട്ടുന്നു. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയാണ്. വാളയാർ കേസിൽ CBI അന്വേഷണത്തിന് നയപരമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇനി അതിൻ്റെ സാങ്കേതിക നടപടികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. പുനർവിചാരണ എന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനൊപ്പം മറ്റൊരു ഏജൻസിയെ കേസ് ഏൽപ്പിക്കണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു വിഷയത്തിലാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ന്യൂസ് ട്രാക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം UDF യോഗം അല്പസമയത്തിനകം ചേരും. മുന്നണി വിപുലീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിന്റെ അജണ്ടയിലുള്ളത്. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 90+ My Tuition ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ UDF യോഗം അല്പസമയത്തിനകം ചേരും. മുന്നണി വിപുലീകരണമാണ് പ്രധാന ചർച്ചാ വിഷയം. 7 സീറ്റ് ആവശ്യപ്പെട്ട് RSP രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണിയുടെ ഭാഗമാകാൻ UDFന് മുന്നിൽ PC ജോർജ് നിബന്ധന വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് PG ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകളും വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ പാർട്ടികൾ UDFന് ഒപ്പം എത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP വ്യക്തമാക്കി. അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് UDFിലേക്ക് ധാരാളം കക്ഷികൾ വരാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം. ആരൊക്കെ വരുമെന്നോ ആരൊക്കെ എടുക്കണമെന്നുള്ളത് കൂട്ടായി തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അടുത്ത കേരളം UDF വെന്നിക്കൊടി പറപ്പിക്കുന്ന കേരളമായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ദീപക് മലയമ്മ നൽകും. ദീപക്, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലാണ് UDF യോഗം നടക്കാനിരിക്കുന്നത്. മുന്നണി വിപുലീകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. സീറ്റ് വിഭജനത്തിലെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങി വയ്ക്കണം. അതുപോലെ ഏതൊക്കെ നേതാക്കൾ കേരള പര്യടനം നടത്തണം, അത്തരം വിഷയങ്ങളൊക്കെ ഇന്ന് വരുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച? ഏതൊക്കെ തീരുമാനങ്ങൾ ഇന്നുണ്ടാകാനാണ് സാധ്യത? ഈ PC ജോർജിന്റെ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമാകാനുള്ള ആവശ്യമൊക്കെ ഇന്നത്തെ യോഗത്തിൽ അന്തിമമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നായിരിക്കുമോ?
വിജയകുമാർ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് മുന്നണി വിപുലീകരണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ടയായി വരിക എന്നുള്ളതാണ്. കൂടുതൽ കക്ഷികൾ UDF-ലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ PC ജോർജിൻ്റെ ജനപക്ഷവും അതുപോലെ തന്നെ PC തോമസിൻ്റെ പാർട്ടിയും ഉൾപ്പെടെ UDF-ലേക്ക് വരുന്നതിനുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ UDF എടുത്ത നിലപാട് ഏതെങ്കിലും ഒരൊറ്റ പാർട്ടിയായി ലയിച്ചുകൊണ്ട് വരട്ടെ എന്നുള്ളതായിരുന്നു. എങ്കിൽ ഇന്ന് ഒരു പടി കടന്നുകൊണ്ട് PC ജോർജ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും UDF കൈക്കൊള്ളുക എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു താല്പര്യം PC ജോർജിനെ കക്ഷി മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ളൊരു ചർച്ചയിലൂടെ മാത്രമായിരിക്കും പുതിയ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അല്പം മുൻപ് UDF യോഗം തുടങ്ങുന്നതിനൊക്കെ മുന്നോടിയായിക്കൊണ്ട് തന്നെ ലീഗ് കൃത്യമായി കന്റോൺമെൻറ്റ് ഹൗസിലെത്തുകയും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുന്നണി വിപുലീകരണവും സീറ്റ് വിഭജനവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് യോഗത്തിൽ ഉന്നയിക്കുന്നതിനപ്പുറം പറയാനുള്ള കാര്യങ്ങൾ ഇതിനോടകം ഇവിടെ അവതരിപ്പിച്ച് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ UDF യോഗം ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിധത്തിലാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലും ഒരു രൂപം ഇന്ന് കൈവരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് EMLA ജോസ് കെ മാണി വിഭാഗം വിട്ടുപോവുകയും LJD മുന്നണി വിട്ടുപോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഏതാണ്ട് 15ഓളം സീറ്റുകൾ പൊതുപൂളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കക്ഷികളെല്ലാം തന്നെ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് RSP കഴിഞ്ഞ തവണ മത്സരിച്ചത് 5 സീറ്റുകളാണെങ്കിൽ ഇത്തവണ 2 സീറ്റുകൾ കൂടി അധികം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കയ്പമംഗലം ഉൾപ്പെടെയുള്ള നേരത്തെ മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റം വേണമെന്നുള്ള ആവശ്യവും RSP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ ഒരു സീറ്റിലാണ് CMP മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ UDF യോഗത്തിൽ തന്നെ 3 സീറ്റിലേക്ക്, അതായത് ഒരു സീറ്റിൽ നിന്ന് 2 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം CMP മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിൽ ഘടകകക്ഷികളെല്ലാം തന്നെ തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ മധ്യ കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായിരുന്ന ചില സീറ്റുകളെങ്കിലും തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് കോൺഗ്രസും കണ്ണുവച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പരമ്പരാഗത വോട്ടുകളിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ തിരുത്തുക, അതോടൊപ്പം തന്നെ തങ്ങളെ വിട്ടുപോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുക തുടങ്ങിയവയൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ UDF യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് UDF-ന്റെ ഇന്ന് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, മുന്നണി വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു കക്ഷികൾ. അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ പരിശോധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങാം, കൂടുതൽ ആളുകളെ, ഒപ്പം നിന്ന വിഭാഗങ്ങളെ കൂടുതൽ കരുത്തോടെ കൂടെ നിർത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ UDF-ന്റെ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കുകയാണ്. വാക്സിനേഷന്റെ അന്തിമ തീയതി ഒരുപക്ഷെ യോഗത്തിൽ പ്രഖ്യാപിക്കും, അല്ല യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ യോഗം. ഫിലിം ചേംബറിന്റെ യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും സംസ്ഥാനത്തെ തിയേറ്ററുകൾ എപ്പോൾ തുറക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിനോദ നികുതിയിൽ ഇളവ്, അതുപോലെ തന്നെ വൈദ്യുത ചാർജിന്റെ കാര്യത്തിലും ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിയേറ്ററുകൾ ഉടൻ തുറക്കുമെന്നാണ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ തീയതി അല്പസമയത്തിനകം അറിയാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കുന്നത്. UDF യോഗം അല്പസമയത്തിന് തുടങ്ങുകയും ചെയ്യും. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.